നമുക്ക് നമ്മുടെ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പ്രായമായാലും ന്യൂ ലേണിങ് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കും. 2 രീതിയിൽ. ഒന്ന്, നമ്മുടെ കോശങ്ങൾ, നമ്മുടെ സെൽസ് പുതിയ കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് ഉണർന്ന് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ടൂറ് പോണത്. നമ്മൾ ടൂറ് പോകുമ്പോൾ എന്താ പുതിയൊരു വിഷ്വൽ കാണുന്നു, അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആളുകളൊക്കെ വിനോദയാത്ര പോകുന്നതിൻ്റെ കാരണം അതാണ്. പണ്ടൊക്കെ ഇവിടെ ചുറ്റുവട്ടത്ത് പീച്ചിയോ ഫോർട്ട് കൊച്ചിയോ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ദുബായും US-ഉം അതുപോലെ തായ്ലാൻഡ് പല കൺട്രീസിലും പോകാൻ തുടങ്ങിയിരിക്കുന്ന കാര്യം ഇതുപോലെയാണ് ലേണിങ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനും സ്പെൻഡ് ചെയ്യണമെന്ന്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. യെസ്, ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്ങും തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻഷുറൻസിന്റെ സെയിൽസ്മാൻ, ആളുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണം എന്താ പറയുക വലിയ അടിച്ചുപൊളി ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല വിചാരിക്കുക സാമ്പത്തികമായിട്ട്. പക്ഷെ എങ്കിൽ പോലും നല്ല ഷൂ മേടിച്ചു, നല്ലൊരു വാച്ച് മേടിച്ചു, നല്ലൊരു ഷർട്ട് മേടിച്ചാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം അയാളുടെ ജോലിക്ക് ഇത് ആവശ്യമാണ്. അയാൾ വേർത്ത് കുളിച്ച് പഴയ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് പോയ ആൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അത് സ്പെൻഡിങ് അല്ലാണ്, ഓർ എക്സ്പെൻസ് അല്ല, ഇറ്റ്സ് ഫോർ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പല ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്യും. അവിടെ അയ്യോ ചെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പോകുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ സ്കില്ല് പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് കുറച്ച് പൈസ ചിലവാക്കണം. ഇതിനൊക്കെ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു ബിസിനസ് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇതെല്ലാം ഈ കറക്റ്റ് ഓർഡറിൽ പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് അത് ഹാബിറ്റായ. അതെന്താ കാരണം എന്ന് വെച്ചാൽ വാട്ട് എവർ വി ഹിയർ വി വിൽ ഫോർഗെറ്റ്, വാട്ട് എവർ വി സീ വി വിൽ റിമെമ്പർ, വാട്ട് എവർ വി ഡിഡ് ദാറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ നിൽക്കുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇപ്പം ഇവിടുത്തെ ക്യാമറയോ അല്ലെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മറക്കില്ല, അത് മനസ്സിലാവും ഇത് എന്തിനാണ് ചെയ്തതെന്നൊക്കെ. സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് അറിയാം നമുക്കിത് എന്തിനാണ് ചെയ്യുന്നത്. എന്ന പോലെ സാമ്പത്തിക ഭദ്രതയും ഡിസിപ്ലിൻ ഇതിൻ്റെ ഫോർമുല ഒരിക്കലും ഇങ്ങനെ കേൾക്കുകയോ കാണുകയോ മാത്രം ചെയ്താൽ പോരാ, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്തരം വർക്ക്ഷോപ്പുകൾ തന്നെയുണ്ട്.